പ്രൈസ് ലോർഡ്. ചില നാളുകൾക്ക് മുൻപ് നടന്ന ഒരു കാര്യത്തിനോട് ആസ്പദിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഉം, ഒരു 7-8 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു വ്യക്തിയായിട്ട് കണ്ടുമുട്ടി. ആ പുള്ളിയോട് ഞാനിങ്ങനെ കുറേ നേരം സംസാരിച്ചപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ? ആണ്. നിങ്ങൾ ഏത് വിശ്വാസത്തിലാണ്? ഞാൻ പറഞ്ഞു, ബെന്തിക്കോസ് വിശ്വാസത്തിലാണ്. ബെന്തിക്കോസിൽ നിങ്ങൾ ഏത് സഭയിലാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളന്ന് കൂടുന്നതായിട്ടുള്ള സംഘടനയുടെ പേര് ഞാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു, പിന്നെ പുള്ളി ചോദിച്ചത്, ഈ പഴയ പാരമ്പര്യ സഭകൾ വിട്ടല്ലയോ നിങ്ങൾ ബന്ദിക്കോസുകാർ വന്ന് പുതിയ റിഫോർമേഷൻ ഒക്കെ തുടങ്ങി അങ്ങനെ വന്നത്? എന്നിട്ട് എന്താ നിങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ പല പല ബന്ദിക്കോസ് സഭകൾ? അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ആ പുള്ളിയോട് പറഞ്ഞു, ഇത് വേറെ വേറെ ആൾക്കാർ തുടങ്ങിയതാ പല സ്ഥലങ്ങളിൽ വെച്ച്. പിന്നെ ഇത്രയും ആൾക്കാർ, ജനങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വരെ കൂടി വരുന്നത്, അല്ലെങ്കിൽ 1-2 സ്ഥലങ്ങളിൽ കൂടി വരുന്നത് പോസിബിൾ അല്ല, അതുകൊണ്ടാ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്നോട് കുറെ പേരുകൾ പറഞ്ഞു, ഇതെല്ലാം ബന്ദിക്കോസ് സഭകൾ തന്നെയാണ്. അപ്പൊ അന്നൊന്നും എനിക്ക് അത്ര ഗ്രാഹ്യമില്ലായിരുന്നു. എനിക്ക് ആകെപ്പാടായിരുന്ന 2-3 സംഘടനയാണ്. അപ്പം ഞാൻ പറഞ്ഞ ആൻസർ പുള്ളിക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നിയില്ല. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ജോലിയോട് സംബന്ധിച്ച് ഞാൻ ഇന്ത്യയിലെ മിക്ക എല്ലാ സ്ഥലങ്ങളിലും പോയി താമസിച്ച് എൻ്റെ പ്രൊജക്ട് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി ഇടയായി. അങ്ങനെ പോകുമ്പോൾ ഞാൻ അവിടുത്തെ ആ സ്ഥലങ്ങളിലെ ബന്ദിക്കോസ് സഭകളിൽ കൂടി, സ്റ്റാർട്ടപ്പ് സഭകളിൽ കൂടി, യൗവനക്കാരുടെ സഭകളിൽ കൂടി, അങ്ങനെ കൂടി വന്നപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ ചില കാലങ്ങളായിട്ട് ബന്ദിക്കോസ് സഭകളിൽ നിന്ന് ഒരു കൂട്ടം യൗവനക്കാര് ഇവിടെ നിറങ്ങി, ഒന്നെങ്കിൽ ഇവർ നിരീശ്വരവാദികളായി തീരുന്നു, അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്റ്റാർട്ടപ്പ് സഭകൾ സ്ഥാപിച്ച് അവർ തന്നെ ഒരു നേതാവിനെ ചൂസ് ചെയ്ത് അങ്ങനെ ആയിട്ട് അവർ പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഈ ട്രാൻസിഷൻ ഇങ്ങനെ എന്താ നടക്കുന്നതെന്ന് ഞാനൊന്ന് ചെറിയൊരു റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, നമ്മൾ ഈ പഴയകാല ബന്ദിക്കോസ് സഭകളെ നോക്കുവാണെങ്കിൽ മാക്സിമം കാര്യങ്ങളും നടക്കുന്നത് അവിടെ ഒരു ചടങ്ങായിട്ടാണ്. 90%. എല്ലാ സഭകളും അല്ല, എല്ലാ പാരമ്പര്യ ബന്ദിക്കോസ് സഭകളെ കുറിച്ചല്ല ഇത്. എന്നാൽ ഒരു 90% സഭകളിനകത്തും ഉപവാസം, ബൈബിൾ വായന, പ്രസംഗങ്ങൾ, ഓരോ കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നത് ചടങ്ങുകളായിട്ടാണ്. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ 7-8 വട്ടമൊക്കെ ഒരു വർഷം വേദപുസ്തകം വായിക്കുന്നവരെ വരെ നമുക്ക് കാണാൻ കഴിയും. ഒരു വർഷത്തിൽ 2 വട്ടത്തിൽ കൂടുതൽ തന്നെ വേദപുസ്തകം വായിക്കുന്നത് അതൊരു ഫൗളാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോമ്പറ്റേറ്റീവ് വേദപുസ്തകം വായനയാണ്. അപ്പോൾ ആ ഗതിയിലാണ് ഈ പഴയകാല ബന്ദിക്കോസ് സമൂഹങ്ങൾ മിക്കതും നടക്കുന്നത്. അവിടെ നടക്കുന്ന എല്ലാം തന്നെ കാര്യങ്ങൾ ഭക്തി പൂണ്ടല്ല, ഒരു ചടങ്ങുകളായിട്ട്, അല്ലെങ്കിൽ ദൈവം എന്തോ വിചാരിക്കും ഞാൻ ചെയ്തില്ലെങ്കിൽ എന്നൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റിനല്ല അവർ ഇത് ചെയ്യുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അടി നടക്കുന്നതും ഈ പഴയകാല സഭകളിലാണ്. പുതിയ സഭകളിലൊന്നും ഇത്രയും, യൗവനക്കാരുടെ സഭകളിലൊന്നും ഇത്രയും അടി നടക്കുന്നില്ല. എന്നാൽ അവരുടെ ഉപദേശപ്പശകൊക്കെ ഉണ്ടെങ്കിലും അവരുടെ അതിനകത്ത് അടി നടക്കുന്നില്ല. അവർ പീസ്ഫുള്ളായിട്ട് അവർ എൻജോയ് ചെയ്ത് അടിച്ച് വാരി അവർ പോകുന്നുണ്ട്. അത് വേറെ കാര്യം. ഈ പഴയകാല ദൈവസഭയിലാണ് ഏറ്റവും കൂടുതൽ അടിയും, ഈ ബന്ദിക്കോസ് സഭകളിലാണ് ഏറ്റവും കൂടുതൽ വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ വചനം നമ്മുടെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വഴക്കിടും? നമ്മളെങ്ങനെ ഒരു പാസ്റ്ററിന്റെ കോളറിന് പിടിച്ച് ഭിത്തിയോട് ചേർക്കും? ഈ വചനത്തിനകത്തൂടെ പരിശുദ്ധാത്മാവ് എന്ന മാനസാന്തരം നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. കമ്മിറ്റി മീറ്റിങ്ങുകൾ മാക്സിമം നടക്കുന്നതും അടിക്കകത്തും പിണക്കത്തിനകത്തും എൻഡ് ചെയ്യുന്നത്. ഒന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ഉണ്ടാവുന്നില്ല. അപ്പൊ എന്താണ് ഇങ്ങനെ? അപ്പം പലരും ചിന്തിക്കും, ഇത് മനുഷ്യരല്ലയോ, മനുഷ്യരുടെ അകത്ത്? അങ്ങനല്ല. പരിശുദ്ധാത്മാവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിറർ, അതിന്റെ ഒരു പ്രോപ്പർട്ടി ഒരു മിററാണ്. ഞാൻ ആരാണെന്നാണ് കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ്. ഞാൻ ആരാ? ആ മാനസാന്തരത്തിന്റെ ആത്മാവ് തരുന്നതാണ് പരിശുദ്ധാത്മാവ്. ഇപ്പൊ ഞാൻ ആരാ? ഞാൻ എത്ര വലിയ ഫ്രോഡ് ആദ്മിയാ, ഞാൻ എത്ര വലിയ ഫെയിൽ പേഴ്സണാ എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിൽ കൂടെ എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, എനിക്ക് പിന്നെ ആരോടും ഒരു പരിഭവമില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ വഴക്കുണ്ടാകുന്നത്? അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും. അപ്പൊ ഇത് കണ്ടുവരുന്ന തലമുറകൾ, ഇവർ ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസിനും മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ നേതാക്കന്മാർക്ക് ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല. ഇത് കഴിയാത്ത മൂലം ഇവർ വളർന്നു വരുമ്പോൾ, ഇവരൊരു ഇൻഡിപെൻഡൻസ് സ്റ്റേജിലാവുമ്പോൾ
ഇവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ നല്ലൊരു നിലവാരമാകുമ്പോൾ ഇവർ ഈ ചടങ്ങുകളെല്ലാം വിട്ട് ഇവർക്ക് തോന്നുന്നതായിട്ടുള്ള സഭകളിൽ പോകുന്നു. അല്ലെങ്കിൽ ഒന്നുകിൽ നിരീശ്വരവാദികളായിട്ട് പോകുന്നു. ഇതിനെല്ലാം തിരിച്ചു പറയുന്നു, ബൈബിള് തെറ്റാണ്, എല്ലാ കാര്യങ്ങളും തെറ്റാണെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ പോകുന്നു. ഈ ബന്ധിക്കോസ് ഒരു കൾട്ടാണെന്നൊക്കെയും പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ആകുന്നു ഈ പാരമ്പര്യ സഭകൾ. ഇനിയും ഈ പുതിയ തലമുറയുടെ സഭകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ചില കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ സഭകൾ, സ്റ്റാർട്ടപ്പ് സഭകൾ സ്ഥാപിക്കുന്നത് തന്നെ ഒരു ബിസിനസ് മോഡൽ സെറ്റപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ ബിസിനസ് പഠിക്കുന്നവർക്കറിയാം, നമ്മളൊരു സ്ഥലത്ത് പോയി ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആ സ്ഥലത്തിന്റെ റിക്വയർമെന്റ് എന്താ, അവിടുത്തെ ആൾക്കാർക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ആവശ്യം, അവിടുത്തെ ആൾക്കാർ ഏത് പ്രായമുള്ളവരാണ്, അവരെ എന്തിനാണ് ദൂരെ ട്രാവൽ ചെയ്ത് ആ സാധനം വാങ്ങിച്ചുകൊണ്ട് വരുന്നത്, ഈ സാധനം എനിക്ക് പെട്ടെന്ന് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ് അവിടെ സക്സസ് ആയി. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് സഭകളും അങ്ങനെയാണ്. ഇവിടെ കൂടുതലും കൂടുന്നത് ഈ യൗവനക്കാരാണ്. അപ്പൊ ഈ യൗവനക്കാർക്ക് ഇന്നത്തെ കാലത്ത് എന്താണ് വേണ്ടിയത്? രക്ഷയാണോ? വിശ്വാസം, പ്രത്യാശ, വേർപാട്, മാനസാന്തരം, അതൊക്കെ ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും അല്ല വലിയ കാര്യം. നിത്യജീവൻ, ആര് കണ്ടു സ്വർഗത്തിന്? അപ്പോൾ ഇതൊന്നും അല്ല വേണ്ടി കാര്യം. ഇപ്പം യൗവനക്കാർക്ക് വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രോസ്പെക്ടസ്, നല്ല ഒരു ഹൈ ലെവൽ, ഹൈ റാങ്കിങ് ഓഫീസർ ആയിട്ടുള്ള ഒരു പോസ്റ്റ്, നല്ല ഒരു സാലറി, നല്ല ഫ്യൂച്ചർ പ്രോസ്പെക്ട്, നല്ല പിന്നെ ഇതിന്റെ ഇടയ്ക്ക് എൻജോയ്മെന്റ് വേണം, എന്റർടൈൻമെന്റ് വേണം. അവർക്ക് ജോബ് സ്ട്രെസ് വരുമ്പോൾ എന്റർടൈൻമെന്റിനൊക്കെ സഭ വരുന്നവരുണ്ട്. അങ്ങനെ അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഇന്ന് യൗവനക്കാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയത്. അപ്പോൾ ഇത് കൊടുക്കാൻ കഴിയുന്ന, ഇതിനകത്തിലേക്ക് ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാരമ്പര്യ സഭകളും പുതിയ തലമുറയുടെ സഭകളും ഇതെല്ലാം തന്നെ നടക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. യേശുവിന്റെ നാമത്തിലാണ് ഇവിടെ നടക്കുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. യേശുവിന്റെ നാമത്തിലാണ് ഇവിടെ അടി നടക്കുന്നത്. അപ്പൊ ഈ ഇതിനകത്ത് ഇങ്ങനെ യേശുവിന്റെ നാമത്തിലാണ് ഇവർ രണ്ടുപേരും ചെയ്യുന്നത്. എന്നാൽ അടിസ്ഥാന ഉപദേശങ്ങളോ അപ്പോസ്തോലിക ഉപദേശങ്ങളോ ഒന്നും തന്നെ ഇവിടെ ആരും പറയുന്നുമില്ല. പറഞ്ഞാൽ തന്നെ ഒരു ചെറിയ ഒരു ഹിന്റ് പോലെ, നമ്മൾ കർത്താവ് എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് വരുന്ന പ്രസംഗികർ അല്ലെങ്കിൽ അവിടുത്തെ നടത്തുന്ന നേതാക്കന്മാർ ചെറിയൊരു ഹിന്റ് പോലെ പറയുമല്ലാതെ മാക്സിമം കാര്യങ്ങൾ നടക്കുന്നത് ഈ ഒരു യേശുവിനെ ഇവരുടെ ഒരു സർക്കിൾ ഇട്ടിട്ട്, അവരുടെ യേശു ഒരു ക്ലേ ആണെങ്കിൽ അവരുടെ ഹിസാബ്സ് മോൾഡ് ചെയ്ത്, അവരുടെ ഒരു രീതിയിൽ മോൾഡ് ചെയ്ത് അവർ അങ്ങനെ എടുക്കുന്നു. ഇവരുടെ ഹിസാബ്സ് മോൾഡ് ചെയ്ത് ഇവരെടുക്കുന്നു. യഥാർത്ഥത്തിൽ യേശുക്രിസ്തു എന്തുവാണെന്നും യേശുക്രിസ്തു എന്തിനാ വന്നതെന്നും ഒന്നും തന്നെ ഇവർക്ക് അകത്ത് കയറുന്നില്ല, ഇവരുടെ മനസ്സിനകത്ത് രൂപാന്തരം വരുത്തുന്നില്ല. ഇനി പല നിരീശ്വരവാദികളും പറയുന്നത് ഈ വചനം തെറ്റാണ്, ഈ ബെന്തിക്കോസ് ഫ്ലോ ആണ്, ഇവിടെ നല്ലാണ്, മതപരിവർത്തനം നടത്തുന്നു, കൾട്ടാണ്. അവർ പറയുന്നത് തെറ്റില്ല, അവർ കണ്ടത് അതൊക്കെ തന്നെ. അപ്പോൾ അവരത് പറയുന്നത് തെറ്റില്ല, അവർ കണ്ട കാര്യമല്ലേ അവർ പറയത്തുള്ളൂ. പിന്നെ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് യുദ്ധങ്ങൾ നടക്കുന്നു, ക്ഷാമങ്ങൾ നടക്കുന്നു, ശത്രുക്കളെ കൊല്ലുന്നു. ഒരു നിരീശ്വരവാദി പറയുന്ന ഇതിനകത്തിലെ ദൈവത്തിനെ നമുക്ക് ദൈവം തന്നെ എങ്ങനെ വിളിക്കാൻ കഴിയും? ഇത്രയും ക്രൂരനായ ഒരു വ്യക്തിത്വത്തെ നമ്മൾ ദൈവം തന്നെ എങ്ങനെ വിളിക്കാൻ കഴിയും? നമുക്ക് ഇത് ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പോകാം. നമുക്ക് അപ്പോസ്തല പ്രവർത്തിക്കകത്ത് ഷണ്ണന്റെയും ഫിലിപ്പോസിന്റെ ഒരു മീറ്റപ്പിനെ പറ്റി കാണാം. അവിടെ ഷണ്ണൻ വായിച്ചുകൊണ്ടിരുന്നത് യെശയ്യാവിന്റെ ചുരുളുകളാണ്. യെശയ്യാവിന്റെ ചുരുളുകളാണ് അവിടെ ആ കാലത്ത് റെഡിലി അവൈലബിൾ അല്ലാത്ത ഒരു കാര്യമാണ്. ജൂയിഷ് സിനഗോഗിലൊക്കെ മാത്രം അത് വായിച്ചു കൊടുക്കുക മാത്രമേ ഉള്ളൂ അവിടെ ചെയ്യുന്നത്. എന്നാൽ ഈ വ്യക്തി ഈജിപ്തിലെ വലിയൊരു ഹൈ റാങ്കിങ് ഓഫീസറും ട്രഷറി കാക്കുന്ന ആളും ധനികനും ആയിരുന്നുകൊണ്ടായിരിക്കും ചിലപ്പം പുള്ളിയുടെ കയ്യിൽ ഈ യെശയ്യാവിന്റെ ചുരുളുകൾ കിട്ടിയതും വായിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്ക് എന്നാൽ ഇതെടുത്ത് കളയാൻ തോന്നിക്കാണും ചിലപ്പം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ ഇത് ഇത്ര വിലപിടിപ്പുള്ളത് ആയതുകൊണ്ട് ഇത് കളയാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് എന്നാൽ ഒരു ആഗ്രഹം, ഇത് വായിച്ചാൽ ഇത് മനസ്സിലാക്കിയാൽ കൊള്ളാവുന്നുണ്ട്, ഇത് ആരെക്കുറിച്ചാണ് പറയുന്നതും ഇതെന്തിനെക്കുറിച്ചാണ് പറയുന്നതും എന്ന്. ആ കറക്റ്റ് ആ ആഗ്രഹത്തിന്റെ സമയത്താണ് ഫിലിപ്പോസ് അവിടെ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഫിലിപ്പോസ് അവിടെ പുള്ളിയുമായിട്ട് മീറ്റപ്പ് ആവുന്നത്. ഈ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഫിലിപ്പോസ് യെശയ്യാവിന്റെ കൃതി ഈ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഈ വ്യക്തിക്കകത്ത് ഉണ്ടാവുന്ന രൂപാന്തരം മാനസാന്തരമാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഫിലിപ്പോസിന്റെ അകത്തുള്ള
ആ ഒരു പരിശുദ്ധാത്മാവ് ഈ യെശയ്യാവിന്റെ പുസ്തകം ഷണ്ണന് പകർന്നു കൊടുക്കുമ്പോൾ ഷണ്ണന്റെ അകത്ത് വരുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവാണ് ഷണ്ണന് കാണിച്ചു കൊടുക്കുന്നത് മാനസാന്തരം. അപ്പൊ ഈ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ഇതൊരു കണ്ണാടിയാണ്. ഈ കണ്ണാടിയിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുന്നതാണ് മാനസാന്തരം. ഞാൻ എത്ര വലിയ പാപിയാണെന്നും ഞാൻ എത്ര വലിയ തെറ്റുകാരനാണെന്നും എനിക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഈ ഈ യെശയ്യാവിന്റെ പുസ്തകം തന്നെ. വേദപുസ്തകത്തിനകത്തിലെ ഒരു വേദപുസ്തകമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കോർ പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള കാര്യം തന്നെ ഈ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞു കൊടുത്തപ്പോൾ വ്യക്തിക്കകത്തുണ്ടായ പരിവർത്തനമാണ് നമുക്കവിടെ ശ്രദ്ധിക്കാൻ കഴിയുന്നത്. പിന്നെ ആ വ്യക്തിക്ക് എനിക്ക് തോന്നുന്നില്ല ഈ വചനത്തിനകത്തിലെ ഒരു കാര്യവും പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. എന്നുവെച്ചാൽ പരിശുദ്ധാത്മ ഓൾറെഡി പുള്ളിക്ക് അകത്ത് കയറി കഴിഞ്ഞു. ഇനിയും പുള്ളി ഇതിനകത്ത് നിന്ന് ഒരു വാക്യം വായിച്ചാലും പുള്ളിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്നേഹം, വീണ്ടെടുപ്പ്, രക്ഷ, മാനസാന്തരം, വിശ്വാസം, പ്രത്യാശ, ഇതൊക്കെയാണ് ഇതിനകത്തിലെ ഓരോ വാക്യങ്ങൾ പുള്ളി വായിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ സഭകളിലും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ദൈവദാസന്മാര് നമുക്ക് ഈ വചനം പറഞ്ഞു തന്നാലേ നമുക്ക് ഇതിനകത്തിലെ കോർ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഓളത്തിനകത്ത് തന്നെ തീരുകയും ഓളം ഉണ്ടാക്കാൻ വേണ്ടി പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ആയിട്ടേ ഇത് പോകത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കാനും പരിശുദ്ധാത്മാവ് ലഭിച്ച ഒരു വ്യക്തി ഈ വചനം നമുക്ക് പകർന്നു തരുവാനുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും ഉള്ളതായിട്ടൊരു കാര്യം. ഇതല്ലാത്ത പക്ഷം നമ്മൾ തെറ്റായ വഴികൾക്ക് പോവും. നമ്മുടെ തലമുറകളും തെറ്റായ വഴികളിൽ പോവും. അവര് എവിടെയെങ്കിലും ചെന്ന് നമ്മളെ തന്നെ കുറ്റം പറയും. അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ തെറ്റാണെന്നും നമ്മുടെ വചനങ്ങൾ തെറ്റാണെന്നും നമ്മുടെ വിശ്വാസം തെറ്റാണെന്നും ഇങ്ങനെ ഒരു ദൈവം ഇല്ലെന്നും ഈ വരുന്ന തലമുറകൾ പറയും. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമുക്ക് കിട്ടേണ്ട ഏറ്റവും മെയിൻ കാര്യം. അതാണ് ഇന്ന് ഈ പരിശുദ്ധാത്മാവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കിടന്ന് അന്യഭാഷ പറയുന്നതോ ഇതൊന്നും അല്ലെന്നല്ല. ഒരു 5% ഉള്ളൂ അത് പരിശുദ്ധാത്മാവ്. ബാക്കി 95% പരിശുദ്ധാത്മാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ തലത്തിലുള്ള കാര്യങ്ങളാണ്. അത് ഡീപ്പായിട്ടൊന്നും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു പ്രോപ്പർട്ടി പരിശുദ്ധാത്മാവിനെ ഞാൻ പറഞ്ഞു, മിററാണ്. ഞാൻ ആരാണെന്ന് എന്നെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ, ഞാൻ എത്ര വലിയ തെറ്റുകാരനാണെന്ന് എന്നെ പരിശുദ്ധാത്മാവ് കാണിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അകത്ത് ദേഷ്യത്തിന്റെ ആത്മാവ് വന്നാലും, എൻ്റെ അകത്ത് വിശ്വാസ ഇല്ലായ്മ വന്നാലും, എൻ്റെ അകത്ത് മറ്റുള്ളവരോട് കുശുമ്പ് അല്ലെങ്കിൽ മറ്റുള്ളവരോടൊരു വൈരാഗ്യം വന്നാലും അത് അവിടെ പിടിച്ചു നിർത്തുന്ന സാധനമാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ട ഈ ദിവസങ്ങളിൽ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട വ്യക്തിയാണ് ഈ നമുക്ക് പറഞ്ഞു തരേണ്ടത്. ഇതിനകത്ത് വിടുതലുകളുണ്ട്, ഇതിനകത്ത് സൗഖ്യമുണ്ട്, ഇതൊന്നും ഇല്ലെന്നല്ല. ഇതിനകത്ത് നമുക്ക് അനുഗ്രഹങ്ങളുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ നടത്തിത്തരുന്ന നമ്മുടെ ദൈവം ഒരിക്കലും അത്രയ്ക്ക് ക്രൂരനായ ദൈവമല്ല. നമ്മുടെ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നടത്തിത്തരും. എല്ലാ കാര്യങ്ങളും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിനറിയാം. നമ്മൾ ഇതിനു വേണ്ടി ഉപവാസം എടുത്ത് എൻ്റെ വീട് വെക്കാൻ വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന് എനിക്ക് ഏത് വീട് വേണം, എനിക്ക് എത്ര വലിയ വീട് വേണം, എനിക്ക് എന്തോ വേണമെന്ന് ദൈവത്തിനറിയാം. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം ദൈവത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും മതി. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസം, പ്രത്യാശ, വേർപാട്, നമ്മുടെ വീണ്ടെടുപ്പ്, നമ്മുടെ രക്ഷ, നമ്മുടെ ഇങ്ങനത്തെ ആയിട്ടുള്ള കോർ പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടതും നമ്മുടെ വാഞ്ച ആയിരിക്കേണ്ടതും. നമ്മൾക്ക് ഇനി കർത്താവിന്റെ വരവിനായിട്ടുള്ള ഒരുക്കം, ഇതിനൊക്കെയാണ് നമ്മൾ ഉപവാസം എടുത്ത് 21 എടുത്തോ, കുഴപ്പമില്ല, 21 എടുത്ത് പ്രാർത്ഥിക്കേണ്ട ഈ വിഷയമായിരിക്കണം. ഇതായിരിക്കണം, ഇതിനകത്തിലെ വിഷയങ്ങളായിരിക്കണം ടോപ്പിക്. പിന്നെ രോഗസൗഖ്യങ്ങള്, വിടുതലുകള്, ഇതൊക്കെ ദൈവം തരുന്ന ഒരു ചെറിയൊരു ഗിഫ്റ്റ് പോലാന്ന് വിചാരിച്ചോ. ഇതൊക്കെ ദൈവം തരുന്ന ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമ്മളങ്ങ് കണക്കെടുക്കുക. അല്ലാതെ നമ്മുടെ മെയിൻ കോർ പ്രിൻസിപ്പിൾസ് നമ്മൾ ഒരിക്കലും വിട്ടുപോകരുത്. സഭകളിൽ നിന്ന് ഇതാണ് കുറഞ്ഞത്. എന്നിട്ട് വേറെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നതും ആ കാര്യങ്ങളാണ്. ഈ കോർ പ്രിൻസിപ്പിൾസ് ഒക്കെ ആൾക്കാർ ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ചാൽ ആരും തന്നെ വചനം ഒരു പരിശുദ്ധാത്മാവിനാൽ ആരും വചനം വായിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനാൽ ആരും വചനം വായിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട വ്യക്തി ഇത് പറഞ്ഞു കൊടുത്തിട്ടുമില്ല. ഒന്നുകിൽ പേരൻസ്, അല്ലെങ്കിൽ ദൈവദാസന്മാര്, അല്ലെങ്കിൽ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവർ.
ഈ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ട ആൾക്കാരല്ലാത്തവര് ഈ വചനം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്കും ഒന്നും മനസ്സിലാവത്തില്ല, ജനങ്ങൾക്കും ഒന്നും മനസ്സിലാവത്തില്ല. ജനങ്ങൾ ഇതിനകത്തില് കൊല്ലുന്ന ദൈവം, വിടുവിക്കുന്ന ദൈവം, രക്ഷിക്കുന്ന ദൈവം, ഏഹ് ഇങ്ങനെയൊക്കെ ദൈവത്തിന് ഈ രക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ ആക്സിഡന്റ് പറ്റുമ്പോൾ നമ്മളെ അതിനകത്ത് നിന്ന് രക്ഷിക്കുന്ന ദൈവം. രക്ഷയുടെ അർത്ഥം അതുമാണ്. രക്ഷയുടെ മെയിൻ അർത്ഥം നമ്മുടെ രക്ഷയാണ്. അത് പലർക്കും മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നില്ല ആർക്കും മനസ്സിലാവുന്നുള്ളൂ. അല്ലെ പിന്നെ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ബിഹേവ് ചെയ്യത്തില്ലല്ലോ. ഈ ബിഹേവിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് കാണും. അപ്പോൾ നമ്മൾ ഈ കാലത്ത് മെയിൻ പ്രാർത്ഥിക്കാനുള്ളത് നമുക്ക് പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. ഈ വചനം നമുക്ക് എക്സാക്ട്ലി മനസ്സിലാകണം. വചനം എന്തുവാണെന്നും ഇതിനകത്തിലെ സ്നേഹവും ഇതിനകത്തിലെ വീണ്ടെടുപ്പും ഇതിനകത്തിലെ കോർ പ്രിൻസിപ്പിൾസ് നമ്മൾ മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാലത്ത് പ്രാർത്ഥിക്കേണ്ടത്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.